നമ്മളെ പൈനാപ്പിൾ ചോറിന് സവാള തക്കാളി മാത്രം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കുക. അതിൽ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി 2 തിരുമ്പി ഏലക്കായ്പ്പൊടി, പിന്നെ അത് ഇട്ട് നല്ല വെന്ത് വന്നതിന് ശേഷം ചെറുങ്ങനെ അരിഞ്ഞ് നല്ല പൊടിയായിട്ട് അരിയത്, നല്ല തക്കാളിയും സവാളയും നല്ല വേവിച്ചേക്കണ്. അതിൽ ഏലക്കായ്പ്പൊടി ഇതും അങ്ങനെ നന്നായി പൊടിയായി അരിഞ്ഞ് ഇറച്ചി, പിന്നെ കുറച്ച് നല്ല പൈനാപ്പിൾ കുറച്ച് തോന്നിട്ടാലും കുഴപ്പമില്ല കേട്ടോ. പൈനാപ്പിൾ, കുറച്ച് ആപ്പിള്, പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കണ മാതിരി കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ തന്നെ അരി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുണ്ട് വേവിക്കുക. ഇറച്ചി പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. വെന്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ പൈനാപ്പിൾ നന്നായി വെള്ളം ഒഴിച്ചെടുക്കുക. ഉള്ളി നല്ല രസമുണ്ട് കണ്ട മസാല, അതിൻ്റെ വാസന പൈനാപ്പിളും ആപ്പിളൊക്കെ വെന്തപ്പം തന്നെ അതിൻ്റെ ഒരു വാസന ഇലക്കായി. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ അളന്ന് വെച്ച അരി ഇട്ടുകൊടുത്ത് കുക്കറിൽ കുറച്ച് സ്ഥലം പോരാ, അപ്പം ഞാൻ ചെമ്പട്ടി മാറ്റാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ഒന്നുണ്ട് തിളച്ച് വരുന്നുണ്ട്. അരിഞ്ഞിട്ട് എന്തിൻ്റെ അങ്ങനെ കുക്കറും അരിയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ചോറ് റെഡിയായി. എന്തൊരു വാസന, നല്ല രസമുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യും മുകളിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന് പുതിന വേണ്ട, മല്ലിച്ചപ്പ് വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി വേണ്ട, ഒന്നും വേണ്ട. ആകെ 4 സാധനം: തക്കാളി, ആപ്പിള്, പൈനാപ്പിൾ, സവാള, നെയ്യ്, അരി, വെള്ളം. അങ്ങനെ 6 സാധനം കൊണ്ട് നല്ല അടിപൊളി എന്ത് രസമാണെന്ന് അറിയാം. ആ ചോറിങ്ങനെ വേവിച്ച് വരുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു മണം, എന്ത് രസമാണ്. കുറച്ച് നേരം മൂടി വെക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഇറച്ചി പൊരിച്ചു. ആ ഇറച്ചി പൊരിച്ചത് ചോറ് അതിൽ നമ്മൾ കുഞ്ഞാക്കിയിട്ട് ഇറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ചെയ്തു.